ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. രാജാവ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദേവാലയത്തിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങിൻ്റെ ആരാധനാ ഗീതമാണ് ഈ വാക്യം. രാജാവിന് സൗഖ്യവും ക്ഷേമവും ആശംസിച്ച് ജനം അദ്ദേഹത്തിന് ദൈവസഹായത്തിനു വേണ്ടിയും ദൈവിക നടത്തിപ്പിനായും പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും നിവർത്തിക്കട്ടെ എന്നുള്ള ആശംസയും ജനം നൽകുന്നു. ദൈവമക്കൾക്ക് ഈ വാക്യം ഒരു വാഗ്ദത്തമായി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. തൻ്റെ ഇഷ്ടം ദൈവേഷ്ടമാകുമ്പോൾ തൻ്റെ യജമാനൻ്റെ മഹത്വത്തിനായിട്ടുള്ള ആലോചനകൾ വിജയിക്കും. പ്രിയ സ്നേഹിതരെ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതെന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ ഈ തരത്തിൽ രൂപപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് സാധിപ്പിച്ചു തരും. നമ്മുടെ താല്പര്യം ജീവിതത്തിൽ നിറവേറ്റപ്പെടും. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ഈ പ്രഭാതത്തിങ്കിൽ രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും നിന്റെ ഹിതത്തിനായി രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.